നമസ്കാരം. പഞ്ചായത്ത് വാരത്തിൻ്റെ 4ാം ദിവസം ഈ പരിപാടിയിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. കേരളം അതിൻ്റെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. നാളെ കേരളത്തിൻ്റെ അവശേഷിക്കുന്ന 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടെടുപ്പിന് മുമ്പുള്ള മണിക്കൂറുകളിൽ വോട്ടെടുപ്പ് രംഗത്തെ ഏറ്റവും പുതിയ ചലനങ്ങളും പ്രശ്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷങ്ങൾ വിശകലനത്തിൻ്റെ മണിക്കൂറുകളായി മാറ്റുകയാണ്. ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദഗ്ധരുടെ ഒരു നീണ്ട നിര തന്നെ പല സമയത്തായി എത്തുന്നുണ്ട്. CPIയുടെ നേതാവായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് JR പത്മകുമാർ ഇന്നും പങ്കെടുക്കുന്നു. BJPയുടെ തന്നെ സഹയാത്രികനും പ്രിയപ്പെട്ട നടനുമായ കൊല്ലം തുളസിച്ചേട്ടനും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ ശ്രീ PM മനോജ് ഇന്ന് പുതിയ അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിനി തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ ചില പശ്ചാത്തല വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. 1ാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായി അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജില്ലകൾ സമ്മിശ്രമായി എടുത്ത് 1ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു. 2ാം ഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മലപ്പുറം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകൾ കൂടി ഉൾക്കൊള്ളുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതിൽ 2 ജില്ലകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അവശേഷിക്കുന്ന ജില്ലകളിലാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഊന്നുന്നത്. ഏറ്റവും അധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള മലപ്പുറം ജില്ലയിലേക്കാണ് ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ പ്രവേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. 122 തദ്ദേശ സ്ഥാപനങ്ങളാണ് ത്രിതല പഞ്ചായത്തുകളിലായി അവിടെ ഉള്ളത്. ജില്ലയിലുള്ളത് 2510 വാർഡുകൾ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ 29,06,645 വോട്ടർമാരാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. ഇതിൽ ഭിന്നലിംഗക്കാർ ആയി 3 പേർ കൂടി ഉണ്ട് എന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് 8,624 പേരാണ്. വനിതാ സ്ഥാനാർത്ഥികൾ 4,128 പേരാണ്. പുരുഷ സ്ഥാനാർത്ഥികൾ 4,496 പേരാണ്. വനിതാ സ്ഥാനാർത്ഥികൾ പുരുഷ സ്ഥാനാർത്ഥികൾക്ക് തുല്യമായി രംഗത്തിറങ്ങിക്കൊണ്ട് മലപ്പുറം അക്കാര്യത്തിൽ പുറകോട്ടാണ്. സ്ത്രീകൾ രംഗത്തിറങ്ങാൻ മടിക്കുന്നൊരു ജില്ലയാണ് എന്ന പരമ്പരാഗത ധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട്, നേരത്തെ തന്നെ തിരുത്തപ്പെട്ടിട്ടുള്ളതാണ്, തിരുത്തിക്കുറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. മലപ്പുറം ജില്ല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പ്രകാശ് ബാബു, എന്താണ് ആദ്യം മലപ്പുറം ജില്ലയിലെ വോട്ടെടുപ്പിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് താങ്കൾക്ക് പറയാനാവുക? മലപ്പുറം ജില്ലയിൽ ഇത്തവണ LDFന് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാനമായും UDFൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപക്കൊടി തന്നെയാണ് അതിൻ്റെ ആധാരം. ആ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം, രാഷ്ട്രീയ വിധിയെഴുത്ത് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. UDFൻ്റെ ഒരു പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ എത്താനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീ ഉണ്ണിത്താൻ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം എത്തിയിട്ടില്ല. എന്തായാലും BJP മലപ്പുറത്തും പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ടോ? BJPക്ക് പ്രതീക്ഷകളുടെ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. തീർച്ചയായിട്ടും മലപ്പുറത്തും ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ ആ പ്രതീക്ഷ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാമോ? എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാതിനിധ്യം ഉണ്ടാകുന്ന പഞ്ചായത്തുകൾ നേരത്തെ അത്രയും പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. പ്രധാനമന്ത്രി ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. 2 ചേരികളുടെ പ്രതീക്ഷകൾ നമ്മളുടെ മുമ്പിലുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നിരയിൽ നിന്ന്, നിരീക്ഷകരുടെ നിരയിൽ നിന്ന് മനോജ് മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ചയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ ഇത്തവണത്തെ രാഷ്ട്രീയ വിധി എന്തായിരിക്കും? അതിൻ്റെ സ്വഭാവങ്ങൾ എന്തായിരിക്കും? മലപ്പുറം ജില്ല എല്ലാ ഘട്ടത്തിലും ഒരു പ്രത്യേക ഭാഗത്തേക്ക് ചായുന്ന ഒരു ജില്ലയാണ് എന്ന തോന്നൽ
ഇതിനു മുമ്പ് 2-3 ഘട്ടങ്ങളിൽ പൊളിഞ്ഞിട്ടുണ്ട്. അത് മഞ്ചേരി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഏറ്റവും കരുത്തുറ്റ സ്വാധീനമുള്ള മണ്ഡലം എന്നറിയപ്പെടുന്ന മഞ്ചേരി മണ്ഡലത്തിൽ കൃത്യമായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് TK ഹംസ ജയിച്ച് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം നഗരസഭകളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന പാരമ്പര്യം മലപ്പുറത്തിലുണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ മതനിരപേക്ഷത എന്ന സങ്കല്പം അതിന് വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളാകെ ഉണർന്ന് ഈ വർഗീയതയ്ക്കെതിരെ വിധി എഴുതിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവമാണ് ഇത്തവണ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ്. കാരണം 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യത. 2, അവിടെ ആ മലപ്പുറം ജില്ലയിൽ സുശക്തമാണ് എന്ന് നാമെല്ലാം പറയുന്ന അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന UDF സംവിധാനം തകർന്നിരിക്കുന്നു. അവിടെ തമ്മിലടിയാണ്. 10-24ഓളം പഞ്ചായത്തുകളിൽ തമ്മിൽ മത്സരമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നു. ഇങ്ങനെ അന്തഛിദ്രങ്ങളാൽ വലയുന്ന UDF, അതോടൊപ്പം തന്നെ മതനിരപേക്ഷത എന്ന മുദ്രാവാക്യം ഉയർത്തി വളരെ അഡ്വാൻസ് ചെയ്ത LDF. ഇത് അവിടെ BJP എന്ന് പറയുന്ന നാമമാത്ര സ്വാധീനമാണ്. ഇദ്ദേഹം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ BJPയുടെ നരേന്ദ്രമോദിയുടെ അവസ്ഥയും വാരാണസിയിലെ അവസ്ഥയൊക്കെ കണ്ടു. ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് BJP അവിടെ പോകാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. തുളസിച്ചേട്ടൻ, BJPയുടെ അവസ്ഥ അത്ര മോശമാക്കി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതേ അവസ്ഥ മഴ അല്ല, ലോക്സഭയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇതുപോലെ നിങ്ങളൊക്കെ നിസ്സാരമായി കണ്ട ആയിരുന്നല്ലോ. പക്ഷേ അവിടെ ബഹുഭൂരിപക്ഷം BJP കൈയടക്കി കഴിഞ്ഞല്ലോ. അപ്പം അത്രേ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജനം മടുത്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തും ബാധകമാണ്. തീർച്ചയായിട്ടും മലപ്പുറത്തും അത് പ്രകടമാകും. ഇരു മുന്നണികളെയും മടുത്തു കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അതിൽ സൗഹൃദ മത്സരം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇത്രയും വലിയ കൗതുകരമായ മറ്റൊരു കാഴ്ചയില്ലല്ലോ. തമ്മിലടിക്കുക, ഒന്നിച്ച് ഇവിടെ ഇങ്ങോട്ട് മാറി കെട്ടിപ്പിടിക്കുക, അങ്ങോട്ട് മാറി കുത്താൻ ശ്രമിക്കുന്ന അത് എന്ത് രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ഇടയിൽ ഞങ്ങൾ വലുതായിട്ടൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നു. തിരിച്ചു വരാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ പശ്ചാത്തല വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുമ്പിൽ ഏറ്റവും അവസാനമുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് മലപ്പുറം വിധിയെഴുതിയത്. 7 നഗരസഭകൾ മുനിസിപ്പാലിറ്റികൾ ഉള്ള ഒരു ജില്ല. 7-ൽ 6 മുനിസിപ്പാലിറ്റികളും UDF നേടി. ഒരേ ഒരു മുനിസിപ്പാലിറ്റി മാത്രം പെരിന്തൽമണ്ണയാണത് LDF നേടുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 32 ഡിവിഷനുകളാണ് ഉള്ളത്. 30-2 എന്ന നിലയ്ക്ക് UDF ഒരു വലിയ മിന്നുന്ന വിജയം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2010. ഒപ്പം തന്നെ 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14 കൈയടക്കിക്കൊണ്ട് ഒരെണ്ണം മാത്രം എതിരാളികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് UDF അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടനം കാഴ്ചവെച്ചത്. ഗ്രാമപഞ്ചായത്തുകൾ 100 എണ്ണമാണ് ഉള്ളത്. അതിൽ 91 നേടിക്കൊണ്ട് 9 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം LDFന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം കുറിച്ച ഒരു മലപ്പുറമാണ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2010 നിൽക്കുന്നത്. ഒരു പ്രശ്നത്തിലേക്കും കൂടി പോയിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായപ്പോൾ പോലും ഏത് തരത്തിലായിരുന്നു ബലാബലം എന്നത് വ്യക്തമാക്കുന്ന കണക്കുകളാണ്. മൊത്തം ജില്ലയിൽ ത്രിതല പഞ്ചായത്തുകളിൽ ആകെയുള്ള ജനപ്രതിനിധികളുടെ സ്ഥാനം പങ്കിട്ടത് ഈ നിലയ്ക്കാണ്. 1663 ജനപ്രതിനിധികളും UDFിൻ്റെതാണ് 561. മറ്റേ എണ്ണത്തിലുള്ളതുപോലെയല്ല, മറ്റൊരു അംശബന്ധമാണ് ഇവിടെ കാണുന്നത്. 17 ജനപ്രതിനിധികൾ പത്മകുമാർ, താങ്കളുടെ പാർട്ടിക്ക് 17 ജനപ്രതിനിധികൾ കഴിഞ്ഞ തവണ മലപ്പുറത്തും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് വിധിയുടെ ചില കണക്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോഴും വളരെ വ്യക്തമായ ഭദ്രമായ ഒരാധിപത്യം UDFന് അവിടെ ഉണ്ട്. LDFിൻ്റെ നേരത്തെ കണ്ട സീറ്റുകൾ, ജനപ്രതിനിധികളുടെ സീറ്റുകൾ എങ്ങനെയാണ് LDF ഘടകകക്ഷികൾക്കിടയിൽ പങ്കിട്ടത് എന്ന് നോക്കുകയാണെങ്കിൽ CPIMനാണ് സ്വാഭാവികമായും അതിൽ മുൻതൂക്കമുള്ളത്. 464 ജനപ്രതിനിധികൾ CPIMനുണ്ടായിരുന്നു. ഒപ്പം തന്നെ CPI 21 ജനപ്രതിനിധികൾ നേടിക്കൊണ്ട് 2ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. LDF സ്വതന്ത്രരായി ജയിച്ചത് 72 പേരാണ്. NCPക്ക് 3, ജനതാദളിന് ഒരാളും ആണ് ജനപ്രതിനിധികളായി ഉണ്ടായിരുന്നത്. UDFിൻ്റെ ഇത്തരത്തിൽ തന്നെയുള്ള സീറ്റ് ഷെയർ എങ്ങനെയാണ് എന്ന് നോക്കിയാൽ UDFിൽ മുസ്ലിം ലീഗാണ് ഒന്നാമത്തെ കക്ഷിയായി മാറിയത്. മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം
അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. 1058 പേരാണ് അവർക്ക് ത്രിതല പഞ്ചായത്തുകളിലാകെ ഉണ്ടായിരുന്നത്. 534 ജനപ്രതിനിധികളെ ജയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വന്നു. കേരള കോൺഗ്രസ് മാണിക്ക് 3, SJDക്ക് 2, CMPക്ക് 3, UDF സ്വതന്ത്രരായി 63 പേരും കഴിഞ്ഞ തവണ ജയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണിത്. തൊട്ടടുത്ത കാർഡ് ഉടൻ തന്നെ PCR-ൽ നിന്ന് കിട്ടും എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള മലപ്പുറത്ത് പുതിയ ചില തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കൂടി ഒരുങ്ങിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികൾ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്? മഞ്ചേരി, തിരൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ, മലപ്പുറം എന്നീ മുനിസിപ്പാലിറ്റികൾ. അതിൽ പെരിന്തൽമണ്ണ മാത്രമാണ് LDF-നൊപ്പം ഉള്ളത്. കോട്ടക്കൽ പഴയ മുനിസിപ്പാലിറ്റിയാണ്, അതും കൂടി UDF-ന് ഉണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ മാത്രം LDF-നും ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളും UDF-നും ആയിരുന്നു. അവിടെ പുതിയതായി വന്ന മുനിസിപ്പാലിറ്റികൾ 5 തിരൂരങ്ങാടി, കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, താനൂർ, വളാഞ്ചേരി. അങ്ങനെ 5 മുനിസിപ്പാലിറ്റികൾ അവിടെ പുതുതായി ഉണ്ടായിരിക്കുന്നു. ഈ മുനിസിപ്പാലിറ്റികൾ നേരത്തെ ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. അവിടെയുള്ള കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് രീതി വെച്ച് നോക്കിയാൽ ഈ 5 മുനിസിപ്പാലിറ്റികളും അന്നത്തെ നിലയ്ക്കുള്ള വോട്ടിംഗ് അനുസരിച്ചാണ് വോട്ടിംഗ് നടക്കുന്നത് എങ്കിൽ UDF-ന് മേൽക്കൈ ഉള്ള ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു അതിഥി ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുചേരുകയാണ്. മലപ്പുറത്ത് നിന്ന് അബ്ദുൾ ലത്തീഫ് നഹ, മാധ്യമപ്രവർത്തകൻ, നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ ലത്തീഫ്, താങ്കൾക്ക് കേൾക്കാം എന്ന് കരുതുന്നു. മലപ്പുറം ജില്ല, അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ ഭൂമിശാസ്ത്രം, ഇപ്പോഴത്തെ മാറുന്ന സ്ഥിതി ഒക്കെ ഞങ്ങൾ പ്രാഥമികമായി പരാമർശിച്ചു പോയി. മലപ്പുറം ജില്ലയിലെ വിധിയെഴുത്ത് ഇത്തവണ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? താങ്കളുടെ നിഗമനങ്ങൾ. വലിയ മാറ്റം മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് ഏതായാലും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട. അതിന് യോജിച്ച ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള UDF-ലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഏതാണ്ട് 23 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലും അവർ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരവും, ഇതാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം. കേരളത്തിൽ വേറെ എവിടെയും ഇല്ലാത്ത രൂപത്തിലാണ് UDF-നകത്ത് ഈ ഫൈറ്റ് നടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിൽ ഈ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധത്തിലുള്ള ഉലച്ചിൽ മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല. ഒരുപാട് കാലമായി ട്രഡീഷണലി പലയിടങ്ങളിലും ഉള്ള ഒരു സാധനമായിരുന്നു ഇത് എക്കാലത്തെക്കാളും കൂടുതലായി വളരെ ഏതാണ്ട് ഡബിൾ ചെയ്തു അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണയൊക്കെ 10-ൽ താഴെ, 1 ഡസനിൽ താഴെ നിന്നപ്പോൾ ഇപ്പോഴത് 2 ഡസനിലായി മാറിയിരിക്കുന്നു. അതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ അപ്രമാദിത്വത്തിൽ അവർ കൂടുതൽ അവർ കൂടുതൽ കോൺഫിഡൻ്റ് ആയി എന്നുള്ള ഒരു ഘടകം കൂടി അതുണ്ട്. കാരണം ലീഗിന് കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അവർ കോൺഗ്രസുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പലയിടത്തും ഇവർ തമ്മിലുള്ള ഈ ഡിവിഷൻ, പാർട്ടിംഗ് വേസ് ഉണ്ടായിരിക്കുന്നത് 1 സീറ്റിനെ ചൊല്ലിയും അല്ലെങ്കിൽ 2 സീറ്റിനെ ചൊല്ലിയുമാണ്. പലയിടത്തും ലീഗ് വിട്ടുവീഴ്ച സമ്മതിച്ചു കൊടുത്തു. അവിടെ ലീഗിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളിടത്ത്. അപ്പോൾ ഇവിടെ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ പലയിടത്തും ലീഗ് ഒറ്റയ്ക്ക് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇലക്ഷൻ മാത്രമേ അത് പ്രൂവ് ചെയ്യുള്ളൂ. ലീഗും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യം, അത് നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ കൂടി ഇപ്പോൾ പലയിടത്തും ഏറ്റുമുട്ടലിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് വിധികളെ കഴിഞ്ഞ തവണത്തിൽ നിന്ന് മാറ്റാൻ എത്രമാത്രം പ്രാപ്തമാണ്? അത്തരത്തിൽ അത് ഇരുകൂട്ടരെയും ബാധിക്കുന്ന തരത്തിൽ എത്തിയിട്ടുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതൊരു സൗഹൃദ മത്സരമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ഇതേ വേദിയിൽ തന്നെ പലരും അഭിപ്രായപ്പെട്ടു. ഈ സൗഹൃദ മത്സരത്തിൽ ആര് ജയിച്ചാലും അവർ അവരുടെ മാതൃമുന്നണിയിൽ തന്നെ നിലയുറപ്പിക്കും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നു. ആ തരത്തിലാണോ മുന്നോട്ട് പോകുന്നത്? തെരഞ്ഞെടുപ്പ് വിധിയെ മാറ്റാൻ ഈ ഏറ്റുമുട്ടൽ വഴിവെക്കുമോ? രണ്ടാമത്, മാറിക്കഴിഞ്ഞാലും ഒറ്റ മുന്നണിയായി തന്നെ ഇപ്പോൾ സൗഹൃദ മത്സരം നടക്കുന്നവർ നിലയുറപ്പിക്കുമോ?
ഇതിൽ കുറേ ഘടകങ്ങളുണ്ട്. സൗഹൃദ മത്സരം എന്ന് തീർത്തും ഇതിനെ പറയാൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് തലങ്ങളിൽ തമ്മിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് എങ്ങാനും മറ്റുള്ള ഹയർ ലെവലിൽ, ഉദാഹരണത്തിന് ബ്ലോക്കിലോ അല്ലെങ്കിൽ ജില്ലാ ഡിവിഷനിലോ ഇത് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിൽ നിന്നും നേരത്തെ നമ്മൾ കേട്ടതാണ്. കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ പറയുകയുണ്ടായി, സൗഹൃദ മത്സരം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. സൗഹൃദ മത്സരം എന്ന് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട ആര്യാടനായിരുന്നു സൗഹൃദ മത്സരം എന്ന് വിശേഷിപ്പിച്ചത്. മുസ്ലിം ലീഗുകാർ പലപ്പോഴും അത് സൗഹൃദ മത്സരം എന്ന് പറയുന്നില്ല. കാരണം അവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇലക്ഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഇതിൻ്റെ റിസൾട്ട് ഭാവി തീരുമാനിക്കുന്നതിൽ നല്ല പങ്ക് വഹിക്കും എന്ന് തന്നെയാണ്. അബ്ദുൽ ലത്തീഫ് ഞങ്ങളോടൊപ്പം തുടരുക. ഇപ്പോൾ ചർച്ചയിൽ ഒരു പുതിയ അതിഥി നമ്മളോടൊപ്പം പങ്കെടുക്കുകയാണ്. UDFന്റെ പ്രതിനിധിയായി ശ്രീ CP ജോൺ എത്തിയിരിക്കുന്നു. ജോൺ, സ്വാഗതം. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, അവിടുത്തെ ഭൂമിശാസ്ത്രം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞ് അവിടെ നിന്നൊരു നിരീക്ഷകൻ പങ്കെടുത്ത ഘട്ടത്തിലാണ് താങ്കൾ ഈ ചർച്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വൈകിയാണെങ്കിലും സ്വാഗതം. അദ്ദേഹം പറഞ്ഞു നിർത്തിയത് നല്ല സമയത്തല്ല, അങ്ങനെ ആയിപ്പോയി. എന്തായാലും അദ്ദേഹം പറഞ്ഞു നിർത്തിയത് UDFൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അവിടെ വളർന്നു വന്നിരുന്നു. പക്ഷെ അത് ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് ആ സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു. പരക്കെ നേരിട്ട് മത്സരിക്കുന്ന സ്ഥിതി, മത്സരിക്കാത്തടത്ത് പോലും ആ മനോഭാവം ശക്തമായിരിക്കുന്നു. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഏത് തരത്തിൽ എന്നത് കാത്തിരുന്ന് കാണാം എന്നാണ് മാധ്യമപ്രവർത്തകൻ അബ്ദുൽ ലത്തീഫ് പറഞ്ഞത്. ഒരഭിപ്രായം. മലപ്പുറത്തെ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ UDFും LDFും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, LDFൽ ഇപ്പോൾ പ്രകാശ് ബാബു ഏതെങ്കിലും മണ്ഡലങ്ങളെക്കുറിച്ച് പറയുമെന്നറിയില്ല, എല്ലാ മണ്ഡലങ്ങളിലും അസംബ്ലി എടുത്താൽ ഒന്നാം കക്ഷി LDFലെ CPM ആണ്. ചടയമംഗലം എന്നൊക്കെ അവർ അവകാശപ്പെടുമായിരുന്നു, എനിക്ക് പറഞ്ഞുകൂടാ അവകാശപ്പെടുമെന്ന്. പക്ഷേ UDFൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഒരു കക്ഷി ഒന്നാം കക്ഷിയല്ല. മലപ്പുറം ജില്ലയിലെ പല അസംബ്ലി മണ്ഡലങ്ങളിലെയും UDFലെ ഒന്നാം കക്ഷി ലീഗാണ്. മലബാറിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ അതെ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPMൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്, UDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെയല്ല അതിൻ്റെ കോമ്പിനേഷൻ. അതെ, മലപ്പുറത്ത് അകലമാണ് പ്രശ്നം. അപ്പം നേതൃകക്ഷി കോൺഗ്രസ്സാണ് UDFൻ്റെ പൊതുവിൽ. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, മലപ്പുറത്ത് ആണ് അത് കൂടുതൽ തീവ്രമായി അതിൻ്റെ പ്രശ്നങ്ങളായത്. അതിൻ്റെ പ്രശ്നങ്ങളാണിത്. അതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നേതൃകക്ഷിക്ക് മുൻകൈ ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് നേതൃകക്ഷി, ഒന്ന് സംസ്ഥാന തലത്തിലുള്ള നേതൃകക്ഷി, ഒന്ന് പ്രാദേശികമായിട്ടുള്ള നേതൃകക്ഷി. ഒരു കാട്ടിൽ രണ്ട് സിംഹം എന്ന് പറഞ്ഞില്ല, അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷേ CPMന് ആ പ്രോബ്ലം ഇല്ല. ഇനി എവിടെയെങ്കിലും CPMന് അല്ല CPIക്ക് ശക്തി ഉണ്ടെന്നിരിക്കട്ടെ, അന്തിക്കാട് അല്ലെങ്കിൽ ചടയമംഗലം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രശ്നം അവിടെയും കാണാം. അപ്പോൾ ഒരു അന്തിക്കാടോ ചടയമംഗലോ ഒന്ന് വലുതായതാണ് മലപ്പുറം എന്ന് ഞാൻ പറഞ്ഞില്ല. ട്രിവിയലൈസ് ചെയ്യണ്ട, ഇതൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശങ്ങളിലും ലീഗ് ഒന്നാമത്തെ കക്ഷിയാണ്. അല്ല, ആ പ്രശ്നം തീവ്രമായ ഒരു സ്ഥലമാണ്. നമ്മൾ തിരിച്ചു വരാം. ചില പശ്ചാത്തല വിവരങ്ങൾ കൂടി നോക്കി. ഇതിന്റെയാണ് പ്രശ്നം എന്ന് പറയാം. ഇതിന്റെയാണ് പ്രശ്നം, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വിമതരെ പലപ്പോഴും എടുത്ത് അവർക്ക് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്, അവർക്ക് വാർത്താ പ്രാധാന്യം കിട്ടും. മലപ്പുറം ജില്ലയിൽ വിമത പ്രശ്നം എന്ന് പറയുമ്പോൾ പലപ്പോഴും ശരാശരി പ്രേക്ഷകൻ എടുക്കുക അത്തരത്തിൽ ചില സാന്നിധ്യങ്ങൾ, വിമത സാന്നിധ്യങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് എന്നതാണ്. മലപ്പുറം ജില്ലയിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മുന്നണി മറന്ന് മലപ്പുറം ജില്ലയിൽ 24 പഞ്ചായത്തുകളിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ സ്ഥാനാർത്ഥികളെ നിർത്തി തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥിതി. കഴിഞ്ഞ തവണ ഇതുണ്ടായത് 10 താഴെ പഞ്ചായത്തുകളിൽ മാത്രമാണ്. കഴിഞ്ഞ തവണയും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വശത്ത് ആര്യാടനും മറ്റൊരു വശത്ത് ലീഗുകാരും നിന്നുകൊണ്ടുള്ള ആ പ്രശ്നത്തിൻ്റെ മൂർച്ച കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു.
അത് 10-ൽ നിന്ന് 24 ആയി ഉയർന്നിരിക്കുന്നു. 150% അക്കാര്യത്തിൽ തന്നെ ഒരു വർധനയുണ്ടായി. മാത്രമല്ല നേരിട്ട് മത്സരിക്കുന്നു. വരാം, ഈ പശ്ചാത്തല വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ജോണിലേക്ക് തന്നെയാണ് വരുന്നത്. 456 സീറ്റുകളാണ് നേരിട്ട് മത്സരിക്കുന്നത്. ഒരു കണക്ക് ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കണക്ക്. കൊണ്ടോട്ടി നഗരസഭയിലും പഞ്ചായത്തുകളിലാണ് ഇത് ഉള്ളത്. പഞ്ചായത്തുകളിൽ മറ്റു തരത്തിലുള്ള പല പ്രശ്നങ്ങളും വരും, വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരും എന്നാണെങ്കിൽ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ് പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭയിൽ മുഴുവൻ സീറ്റിലും ലീഗും കോൺഗ്രസും നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ്. വെട്ടത്തൂരിൽ 13 കോൺഗ്രസ് സീറ്റിൽ ലീഗിൻ്റെ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട്. ഇത്തരത്തിലാണ് അവിടുത്തെ ഒരു മത്സര ചിത്രം. മാത്രമല്ല ഇത് പറയുമ്പോൾ മറ്റ് മുന്നണികളിലുള്ള ഒരു ഇത്തരത്തിലുള്ള സമാന പ്രശ്നങ്ങൾ കൂടി ഞങ്ങൾ കാണുന്നുണ്ട്. 11 പ്രകാശ് ബാബു CPIയും CPIMും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. മാത്രവുമല്ല വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം, ലീഗ് വളരെ മുന്നിലാണ്, അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാണ് എന്നത്. ലീഗിൻ്റെ അപ്രമാദിത്വം എന്നുള്ളൊരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്, തെറ്റുപറ്റില്ല എന്നുള്ള നില. ലീഗിൻ്റെ ആ വലിയ പ്രാധാന്യത്തിനെതിരെ എല്ലാവരും ചേർന്ന് ഒരു ജനകീയ ഐക്യമുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള കക്ഷികളും ചേർന്ന്. അതിനെതിരെ പലയിടത്തും മാറഞ്ചേരി എന്ന് പറയുന്ന ഒരു മറക്കര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി തന്നെ അതിൻ്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ട് നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥിതി പോലും, പാർട്ടി നടപടി മറികടന്നു പോലും അത്തരത്തിൽ അണികൾ ചിന്തിക്കുന്നു. ലീഗ് കോൺഗ്രസ് മത്സര വാർഡുകളിൽ ലീഗിന് വെൽഫെയർ പാർട്ടി SDPI സഖ്യം വരെ ഉണ്ട്, ലീഗും കോൺഗ്രസും മത്സരിക്കുന്നിടത്ത്. മാത്രമല്ല മാറഞ്ചേരി, കീഴാറ്റൂർ പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിക്കും UDFനും ഒരേ സ്ഥാനാർത്ഥി ഉള്ള കാഴ്ച ഉണ്ട്. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ പെരിന്തൽമണ്ണയിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇത്തരത്തിലുള്ള ലീഗിൻ്റെ ചിഹ്നം ഒഴിവാക്കി മത്സരിക്കാൻ ഒരു ജില്ലാതല നേതാവ് വരെ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ പ്രാദേശിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പൊന്തി വരുന്നു. വരട്ടെ. പൂക്കോട്ടൂരിൽ ഇതും മറ്റൊരു വാർത്തയാണ്. പൂക്കോട്ടൂരിൽ BJP കെട്ടിവെക്കാൻ പണം നൽകിയത് MSF നേതാവ്. ഒറ്റപ്പെട്ടൊരു വാർത്തയാണ്, പക്ഷേ ഒറ്റപ്പെട്ട വാർത്തയ്ക്ക് ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് അത് വാർത്തയായി എന്ന് മാത്രം. ഇങ്ങനെ പലതരം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ആണ് വിമത പ്രശ്നം എന്ന ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നത്. രണ്ട് മുന്നണിക്കും പറയാനുണ്ടാവും. ജോൺ, കേരള രാഷ്ട്രീയം എന്താണ് വായിച്ചെടുക്കേണ്ടത്? 24 സ്ഥലത്ത് UDFലെ പ്രധാന കക്ഷികളായിട്ടുള്ള കോൺഗ്രസും ലീഗും തമ്മിൽ മത്സരിക്കുന്നുള്ളതാണല്ലോ ഫാക്റ്റ്. മലപ്പുറം ജില്ലയിൽ അത് 23 22 വേറെ വിഷയമാണ്. 30 വരെ 35 വരെ നമ്പർ 24 എന്ന് പറഞ്ഞല്ലോ. ഇതിലെ പ്രശ്നം എന്താ? 24 സ്ഥലത്തും LDF തോൽക്കുന്നുള്ളതാണ്. അതാണ് അതിലത്തെ ടേക്ക് അവേ. ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 24 സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് LDF ജയിക്കാൻ പോകുന്നില്ല. ഈ ഏറ്റുമുട്ടുന്ന 24 സ്ഥലത്ത് ആ അംഗഗണിതം തരുന്ന ഒരു സമാധാനമാണോ ഇപ്പോൾ നേതൃത്വത്തിന്? അല്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ പോരാട്ടം ആരും തമ്മില, LDF UDF തമ്മില, അല്ലേ? അതെ, നമ്മളതാണല്ലോ അനലൈസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ടേക്ക് അവേ എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ LDF ആണോ UDF ആണോ ജയിക്കുക എന്ന് ചോദിച്ചാൽ ഈ 24 സ്ഥലത്തും LDF ജയിക്കാൻ പോകുന്നില്ല. UDF ജയിച്ചിരിക്കും, ഉറപ്പ്. അതിലൊരു ഉത്തരമുണ്ട്. പ്രകാശ് ബാബു, അവിടെ ഉള്ള ഏറ്റുമുട്ടലുണ്ട്, പക്ഷെ ഇപ്പുറത്തും ഉണ്ട്. അല്ല, ഈ അവിടെയും 10-11 പഞ്ചായത്തുകളിൽ അങ്ങനെ ചില സീറ്റുകളിൽ ആ തർക്കം നിലനിൽക്കുന്നുണ്ട്. രമ്യമായി പരിഹരിക്കാൻ കഴിയാത്ത സൗഹൃദ മത്സരം നിലനിൽക്കുന്ന 10-11 പഞ്ചായത്തുകൾ, 11 പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി പറയുമ്പോൾ ആ മുന്നണിയുടെ 2 പ്രബല കക്ഷികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്. എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല? അതെ, പാർട്ടി രണ്ടായതുകൊണ്ട് തന്നെയാണ് പരിഹരിക്കാനൊക്കെ. നമ്മൾ രണ്ടും കേഡർ പാർട്ടികളായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പാർട്ടിയിലെ വിമതന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടിരിക്കുക. അപ്പോഴാണ് 2 പാർട്ടികളെ സംബന്ധിച്ചുള്ളത്. ഇതിൽ മറ്റൊരു മലപ്പുറം ജില്ലയായാലും മറ്റൊരു ജില്ലയായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഒന്ന് ജനറലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു മൈക്രോ അനലൈസിസിലേക്ക് പോകാൻ. ഇവിടെ കേരളത്തിൽ ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ചില ചിന്തകളുണ്ട്. അത് ലോക്കൽ ബോഡികളെ ഈ ഗവൺമെൻറ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെയാണ്.
അധികാരം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ ലീഗ് വ്യത്യസ്തമായ ഒരു സമീപനം UDF മുന്നണിയിൽ തന്നെ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അഞ്ചാമതൊരു മന്ത്രിയെ, മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന അഞ്ചാമതൊരു മന്ത്രിയെ അവർക്ക് കിട്ടുകയും നഗരസഭ വകുപ്പ് അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നത്. ലീഗിൻ്റെ പിന്നെ ശാഠ്യം അതിൽ കോൺഗ്രസ് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടുണ്ടായ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ വകുപ്പായിട്ട് പാലൊളി മുഹമ്മദ് കുട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ആ ഒരു വകുപ്പിനെ മൂന്നായി കീറി മുറിച്ചു. ഒന്ന് മുസ്ലിം ലീഗിൻ്റെ തന്നെ മുനീർ കൈകാര്യം ചെയ്യുന്നു, ഒന്ന് മഞ്ഞളാംകുഴി അലി കൈകാര്യം ചെയ്യുന്നു, ഒന്ന് കോൺഗ്രസിന് ഒരു കഷണം കിട്ടി റൂറൽ ഡെവലപ്മെൻറ്റ് KC ജോസഫ് കൈകാര്യം. അതിൻ്റെയൊക്കെ പ്രതികരണമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസ് ലീഗ് തർക്കം ഇതിൽ ലോക്കൽ ബോഡികളെ പൊതുവിൽ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കും.